കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ അടുത്തൊരു 8 പേജിന്റെ ഡോക്യുമെന്റ്. അപ്പൊ അതെല്ലാം ഇന്ന് സംസാരിക്കാൻ സമയമില്ല. പക്ഷെ ഈ പ്രചരണം നടത്തുന്നത് എന്തിനാണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ന് 3:30 മണിക്ക് നമ്മുടെ സെൻട്രൽ റെയിൽവേ മിനിസ്റ്റർ കേരള മീഡിയനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം കൃത്യമായി ഇതിനെക്കുറിച്ചെല്ലാം അവതരിപ്പിക്കും, സംസാരിക്കും. ബഡ്ജറ്റിനെ കുറിച്ച് ഈ ഒരു നാടകം ചെയ്യുന്നത് CPM-ഉം കോൺഗ്രസും. ഞാൻ മാധ്യമസുഹൃത്തോട് എൻ്റെ ഒരു അഭ്യർത്ഥന, ഇത് കുറച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് ഇവർക്ക് കവറേജ് കൊടുത്താൽ മതി. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ബജറ്റ് കേരളത്തിന് എന്ത് മാറ്റിവെച്ചു? കേരളത്തിൽ വലിയ മുറവിളകളാണ് കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെ കേന്ദ്രം അവഗണിച്ചു. കേരളത്തെ അവഗണിച്ച കേന്ദ്രം കേരളവും ഇന്ത്യയുടെ ഒരു ഭാഗമാണ്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് എന്നൊക്കെ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കന്മാരിൽ പലരും പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ചില വസ്തുതകൾ മറച്ചു വയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടിയുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഒരു ബജറ്റ് എന്നും രാജ്യത്തിന് രാജ്യവികസനത്തിന് വേണ്ടി, രാജ്യത്തിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിന് വേണ്ടിയുള്ളതാണ് ഒരു ബജറ്റ് എന്നതുമാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകേണ്ടുന്ന അവസ്ഥയിലേക്ക് BJP നേതൃത്വത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കേരളത്തിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നു എന്നതിന്റെ ന്യായീകരണം, വിശദീകരണം ഒക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുടെ ഒരു ലിസ്റ്റ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പ്രോസസ് രീതി ഉണ്ടല്ലോ, അത് സെൻട്രൽ പാർട്ടി അത് സ്റ്റഡി ചെയ്തിട്ട് അവർ തീരുമാനിക്കും. ഒരു ഫെബ്രുവരി 1ാം ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് അത് ഒരു ഫസ്റ്റ് ലിസ്റ്റ് തീരുമാനിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ആ സമയത്തോടെ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ പേ സ്കെയിലിന് മുകളിലാണ് ആ കാര്യം. ഈ കേന്ദ്ര ബജറ്റിൽ കേരളത്തിനൊന്നുമില്ല, സമ്പൂർണ്ണ അല്ല, ഞാൻ അതിനെ കുറിച്ച് ഇന്ന് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ അടുത്തൊരു 8 പേജിന്റെ ഡോക്യുമെന്റ്. അപ്പൊ അതെല്ലാം ഇന്ന് സംസാരിക്കാൻ സമയമില്ല. പക്ഷെ ഈ പ്രചരണം നടത്തുന്നത് എന്തിനാണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. 10 കൊല്ലം ഇവിടെ CPM ഭരിച്ചു. ഈ ഇലക്ഷന്റെ 60 ദിവസം മുമ്പ് CPM എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഭരിച്ചു 10 കൊല്ലം, ഇതെല്ലാം ചെയ്തു. അതിന്റെ റിപ്പോർട്ട് കാർഡല്ല മുമ്പോട്ട് വെക്കേണ്ടത്. പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് അവഗണിക്കുന്നു, പരിഗണിക്കുന്നില്ല എന്നൊരു പ്രചരണം നടത്തുന്നു. ഇതൊരു, ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു 100% നുണയാണ്. നുണ മാത്രമല്ല, ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തത്, ഇതിന്റെ ഒപ്പം കോൺഗ്രസിന്റെ പ്രചരണം, അതിനെ കുറിച്ച് എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. 2011 മുതൽ 2016 വരെ ഭരിച്ചത് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. അതിന് 3 കൊല്ലം ഇവിടെയും കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു, സെൻട്രലിലും കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. 8 മന്ത്രിമാരായിരുന്നു കേരളത്തിന് ആ കോൺഗ്രസ് സർക്കാർ. അവര് എന്ത് ചെയ്തു? കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തോ? ചെയ്തില്ലല്ലോ. അതിനെല്ലാം ശ്രദ്ധ തിരിക്കാൻ ഇന്നൊരു പ്രചരണം നടത്തുന്നു. ഈ സർക്കാർ, നരേന്ദ്രമോദിജിന്റെ സർക്കാർ, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ്. കഴിഞ്ഞ 11 കൊല്ലം രാജ്യത്തുനിന്ന് എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോയി എല്ലാവർക്കും അറിയാം. ഇതിനെ കുറിച്ച് പറയാൻ ഒരു ആവശ്യമില്ല. അതിന്റെ ഒപ്പം കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്. രണ്ടാമത്തത്, ഇന്ന് 3:30 മണിക്ക് നമ്മുടെ സെൻട്രൽ റെയിൽവേ മിനിസ്റ്റർ കേരള മീഡിയനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം കൃത്യമായി ഇതിനെക്കുറിച്ചെല്ലാം അവതരിപ്പിക്കും, സംസാരിക്കും. അപ്പോ ഡീറ്റെയിൽ ഇന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിന് വേണ്ടി എന്തെല്ലാം ഈ ബഡ്ജറ്റിൽ ഉണ്ട്, ഒരു സംശയം ആർക്കും ഉണ്ടാകാൻ പാടില്ല. എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനെ നടപ്പിലാക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കണം. ഇതുവരെ എന്തുകൊണ്ട് കൊടുത്ത പദ്ധതികളും അവർ നടപ്പിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല? ഇത് ചോദിക്കണം. ഇതൊരു ചോദ്യമാണ്. ഇന്ന് തമിഴ്നാട്ടിന് എത്രയോ പ്രോജക്റ്റ് പോകുന്നുണ്ട്. അവര് ഇലക്ട്രോണിക്സ് ഒരു ഉദാഹരണമായിട്ട് പറയാം.
ആപ്പിളിന്റെ നല്ല വലിയ ഫാക്ടറി തമിഴ്നാട്ടിൽ വരുന്നു. തമിഴ്നാട് ഇപ്പൊ BJP സർക്കാരല്ലല്ലോ, DMK സർക്കാരല്ലേ. എന്തുകൊണ്ട് അവിടെ കടലാക്രമണത്തിന്റെ എതിരെ അവർക്ക് ഗ്രോയിനും ഈ സീ വാളെല്ലാം ഉണ്ടാക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ഒപ്പം പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്? അവർക്ക് ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് അവരുടെ ഷെയർ കൊടുക്കാൻ കാശുണ്ട്. അപ്പൊ ബഡ്ജറ്റിനെ കുറിച്ച് ഈ ഒരു നാടകം ചെയ്യുന്നത് CPM-ഉം കോൺഗ്രസും. ഞാൻ മാധ്യമ സുഹൃത്തോട് എന്റെ ഒരു അഭ്യർത്ഥന, ഇത് കുറച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് ഇവർക്ക് കവറേജ് കൊടുത്താൽ മതി. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജനങ്ങളെ വെട്ടിയാക്കുന്ന ഈ രാഷ്ട്രീയം ഇന്ന് ഈ ഇലക്ഷനിൽ ഞാൻ നിർത്തണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. എന്തോ അല്ല, നോക്കൂ, ഞങ്ങൾ അത് നരേന്ദ്രമോദിജി വിഴിഞ്ഞം പോർട്ട് ഇനോഗ്രേഷൻ ഫംഗ്ഷനിൽ പറഞ്ഞത് ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് വിഴിഞ്ഞം പോർട്ട് വന്നിട്ട് അതിന്റെ ഒപ്പം നമ്മൾ റെയിൽവേ മോഡേണൈസേഷനും നാഷണൽ ഹൈവേ ഗ്രിഡ് കൃത്യമായി മോഡേണൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ കേരളത്തിന് മാനുഫാക്ചറിങ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ വളരെ വലിയ സാധ്യത ഉണ്ടാക്കാൻ കഴിയും. അന്ന് പറഞ്ഞത് കാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്, കേരളത്തിൽ മാനുഫാക്ചറിങ് വരണം, കേരളം ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറണം. അതിനെല്ലാം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിവും താല്പര്യവും ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. അതിന്റെ ഒപ്പം കോൺഗ്രസ് വന്നാലും CPM വന്നാലും അവർക്ക് രണ്ടുപേർക്കും, അത് കർണാടകയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവർക്ക് വികസനമല്ല അവരുടെ പ്രയോറിറ്റി. അവർക്ക് രാഷ്ട്രീയവും വിവാദ രാഷ്ട്രീയവും അഴിമതിയാണ് അവരുടെ പ്രയോറിറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഈ വികസന കാഴ്ചപ്പാട് ഈ വികസന കാഴ്ചപ്പാടിനെ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം. BJP NDA സർക്കാർ വന്നാൽ ഇതെല്ലാം നടക്കും. എന്തായാലും കേരളത്തിന് ഇത്തവണ ഒന്നും തന്നെ കേന്ദ്രം നൽകാത്തത് അത് ഒരുപക്ഷെ കേന്ദ്രം കേരളത്തെ അവഗണിച്ചത് കൊണ്ടാണോ എന്നുള്ള സംശയങ്ങൾ ഉടലെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രാജ്യവികസനത്തിന് വേണ്ടി, രാജ്യത്തിന്റെ കൃത്യമായ സാമ്പത്തിക നിലനിൽപ്പിന് വേണ്ടി, നിലനിൽപ്പിനേക്കാൾ ഉപരി ഇപ്പോൾ ഒരു കൃത്യമായ ഒരു പ്ലാനിംഗ് വേണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റ് തയ്യാറാക്കപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് പ്രത്യേകിച്ചല്ല എങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെ നൽകുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള മാറ്റി നിർത്തൽ അല്ലെങ്കിൽ മാറ്റിവെക്കൽ നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നത് ബജറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. അതേസമയത്ത് പ്രധാനമായിട്ടും ഈ തവണത്തെ ബജറ്റ് ഉദ്ദേശിക്കുന്നത് സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് സ്വകാര്യ നിക്ഷേപത്തിലേക്ക് അടുക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതിനുള്ള വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ തവണത്തെ കേന്ദ്ര ബജറ്റിൽ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത്. അത്തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിന് ഇത്തരത്തിൽ വിശ്വാസയോഗ്യമാകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേന്ദ്രം കേരളത്തെ ഈ തവണ പരിഗണിക്കാതിരുന്നത് എന്നുള്ള വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയത്ത് കേരളത്തിന്റെ നികുതി വിഹിതം വർദ്ധിപ്പിച്ചു എന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും സഹായകരമായിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല ടൂറിസം മേഖലയ്ക്ക് വലിയ ആശ്വാസം നൽകുന്ന, വലിയ അവസരങ്ങൾ ഒരുക്കി നൽകുന്ന ബജറ്റ് തന്നെയായിരുന്നു ഈ തവണത്തേത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും വ്യവസായം എന്നതിനേക്കാൾ ഉപരി ടൂറിസം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ടൂറിസത്തിന് ഒരുപാട് സ്കോപ്പുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം തന്നെയാണ്, കേരളം തന്നെയാണ്. അപ്പോൾ ആ തരത്തിലും കേന്ദ്രം ടൂറിസം മേഖലയ്ക്ക് അവസരം ഒരുക്കി ബജറ്റ് മാറ്റിവെക്കുമ്പോൾ അല്ലെങ്കിൽ ഫണ്ട് വകയിരുത്തുമ്പോൾ അത് കേരളത്തിനും ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് തന്നെ എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. അതേസമയത്ത് ഇവിടെ ഏറ്റവും വലിയ വിമർശനങ്ങൾക്ക് വിധേയമായത് എന്ന് പറയുന്നത് എയിംസ് ആയിരുന്നു. എയിംസ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് ചോദിക്കുമ്പോൾ അവിടെ പ്രധാന പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടുന്നത് കേരളം എയിംസിന് വേണ്ടി സ്ഥലം കണ്ടെത്തി എന്നുള്ളതാണ്. നിലവിൽ കേന്ദ്രമന്ത്രിയായിട്ട് BJP-യുടെ ഭാഗത്തു നിന്ന് സുരേഷ് ഗോപി അധികാരത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അത് തന്നെയാണ് പലപ്പോഴും വിമർശനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ BJP നേതാവ് അത് പറഞ്ഞു എന്നത് വാസ്തവമാണ്, അത് കേന്ദ്രം ഇത്തവണ പരിഗണിച്ചില്ല എന്നതും വാസ്തവമാണ്. പക്ഷെ അത് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് അത് ഈ പറയുന്ന വിമർശകർക്ക് വായടപ്പിക്കുന്ന തരത്തിലേക്ക്
തന്നെയാണ് കൊണ്ടെത്തിക്കുന്നത്. കാരണം സംസ്ഥാനം സ്ഥലം കണ്ടെത്തിയതിനു ശേഷമാണ് ഈ പറയുന്ന സ്ഥലം എയിംസിനുള്ള വകയിരുത്താൻ പറ്റൂ എന്നുള്ളത് വ്യക്തമാക്കി കേന്ദ്രം പലതവണ കത്തയച്ചതാണ്. അപ്പോൾ കേരളം ചെയ്തു വെക്കേണ്ടുന്നത് ചെയ്യാത്തത് കൊണ്ടും ഉള്ളതെല്ലാം നശിപ്പിക്കുന്നത് കൊണ്ടുമാണ് ഈ തവണത്തെ ബജറ്റിൽ കേരളത്തിന് കിട്ടേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെറിയ രീതിയിലെങ്കിലും കുറഞ്ഞത് എന്നുള്ള വിലയിരുത്തലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. എന്തായാലും കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. കൃത്യമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അത് രാജ്യത്തിന് ഏത് തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നതടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തെ ചൂണ്ടിക്കാണിച്ച് വിലയിരുത്തി വ്യക്തമാക്കലുകൾ നടത്തുന്നത്.